നമസ്കാരം. ഗാസയിൽ ഹമാസുമായി വെടിനിർത്തൽ ചർച്ചകൾ തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ഇസ്രായേലിലെ എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ട ബെഞ്ചമിൻ നെതന്യാഹുവിന് ശക്തമായൊരു പ്രതിഷേധം നേരിടേണ്ടി വന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രതിഷേധം മറ്റാരുടെ ഭാഗത്തു നിന്നുമല്ല, സ്വന്തം അനുയായികളായ തങ്ങളുടെ പാർട്ടിയുടെ സ്വന്തം അനുയായികളായ ഇസ്രായേലിലെ 13% വരുന്ന ജനവിഭാഗമായ ഹരേദികൾ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ പ്രതിഷേധമാണ് നേരിടേണ്ടി വന്നത്. മറ്റൊന്നുമായി ബന്ധപ്പെട്ടല്ല പ്രതിഷേധം ഉണ്ടായത്. ഈയിടെ ബെഞ്ചമിൻ നെതന്യാഹു പുതിയൊരു ബില്ല് ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ കൊണ്ടുവന്നിരുന്നു. അതിൽ പറയുന്നത് ഇസ്രായേലിൽ മുഴുവൻ ആളുകളും നിർബന്ധിത സൈനിക സേവനത്തിൽ പങ്കെടുക്കണമെന്നാണ്. അതായത് ഹരേദികൾ എന്ന് പറയുന്ന ജനവിഭാഗം പ്രത്യേകമായൊരു മതാചാരങ്ങളും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളുമുള്ള മതപഠനം മാത്രം നടത്തി വരുന്ന ഒരു വലിയ ജനവിഭാഗമാണ്. ഇസ്രായേലിൻ്റെ ജനസംഖ്യയുടെ 13% അവരാണെന്നാണ് പറയുന്നത്. ആ വിഭാഗത്തിന് നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്നും ഇതുവരെ സർക്കാർ മാറ്റി നിർത്തിയിരുന്നു. പക്ഷെ വർദ്ധിച്ചു വരുന്ന പലതരത്തിലുള്ള ഇസ്രായേൽ നേരിടുന്ന ഭീഷണികളെ നേരിടാനെന്നോണം പുതുക്കിയ ഭേദഗതി നിയമപ്രകാരം ഈ വിഭാഗത്തിനെ കൂടി നിർബന്ധിത സൈനിക സേവനത്തിൽ ഉൾപ്പെടുത്താൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിനെതിരെയാണ് ഈ വിഭാഗം ആളുകൾ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. കൂടാതെ ഈ ഹരേദികൾ വിഭാഗത്തെ നിർബന്ധിത സൈനിക സേവനത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റുള്ള ജനവിഭാഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇവരുടെ ആളുകളെല്ലാം വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ യുവതികൾ തെരുവിലാണ്, അവരുടെ ഭർത്താക്കന്മാർ നിർബന്ധിത സൈനിക സേവനത്തിലാണ്. അതുകൊണ്ട് കർശനമായും ഹരേദി വിഭാഗക്കാരെയും ഈ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും നിർബന്ധിത സൈനിക സേവനത്തിന് അയക്കുകയും ചെയ്യണമെന്നാണ് അവരുടെ പ്രതിഷേധത്തിൽ ആവശ്യപ്പെടുന്നത്. ഈ ഒരു പ്രതിഷേധം കാരണം വാഷിങ്ടണിലേക്ക് പുറപ്പെട്ട ബെഞ്ചമിൻ നെതന്യാഹുവിന് 1 മണിക്കൂറിലധികം എയർപോർട്ടിൽ കാത്തിരിക്കേണ്ടി വന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ ഷാസ്, യുണൈറ്റഡ് തോറ ജൂസ് എന്നീ യാഥാസ്ഥിതിക പാർട്ടികൾ നിർബന്ധിത സൈനിക സേവനത്തിനെതിരെയുള്ള പ്രതിഷേധം അറിയിക്കുന്ന പാർട്ടികളാണ്. അവരെല്ലാവരും ഒന്നിച്ച് അതുപോലെ തന്നെ പ്രതിപക്ഷ നിരയിലുള്ള ആളുകളെല്ലാം ചേർന്ന് പാർലമെൻറ്റ് പിരിച്ചുവിടാനുള്ളൊരു നീക്കം ഇതിനിടയിൽ അവർ നടത്തി. അതിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും ഇത്തരം ഈ ഇടഞ്ഞു നിൽക്കുന്ന ആളുകളെല്ലാം അനുനയിപ്പിച്ചുകൊണ്ട് വീണ്ടും സർക്കാർ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഞൊടിയിടയിൽ കൈക്കൊള്ളുകയാണ് ഉണ്ടായത് എന്നും ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ശക്തമായ പ്രതിഷേധങ്ങളും തിരിച്ചടികളുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗാസ വിഷയം മുൻനിർത്തിക്കൊണ്ട് നടക്കാൻ പോകുന്ന ചർച്ചകളിൽ ഹമാസും പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഖത്തറിലേക്ക് തങ്ങളുടെ പ്രതിനിധികളെ അയക്കാമെന്ന് ഇസ്രായേലും സമ്മതിച്ചിട്ടുണ്ട്. ഏതായാലും മേഖലയിൽ സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. നമസ്കാരം.